ബാഡ്മിൻ്റൺ വളരെ കുറേ കാലം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഹോബിയാണോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കളിയെക്കുറിച്ചൊന്നും ശരിക്കും മനസ്സിലാക്കാതെ കളിച്ചു തുടങ്ങി. പ്ലാസ്റ്റിക് ഷട്ടിലൊക്കെ ആയിട്ടുള്ള കളി തുടങ്ങിയതാണ്. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം സജീവമായപ്പോൾ അധികം സമയം കിട്ടാറില്ല. സാധാരണ നില ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഒരു ദിവസം രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനൊരു ഈശ്വര അന്ന് പറ്റിയില്ലല്ലോ എന്നൊരു മനസ്സിന് വിഷമം ഉണ്ടാവാറുണ്ടോ? ഈശ്വര എന്നൊരിക്കലും പറയാം. സോറി. കായികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് രാവിലെ ഉണ്ടായില്ലെങ്കിൽ ആ ദിവസത്തിൽ കുറച്ചൊരു അസ്വസ്ഥത ഉണ്ടാവും. ശാരീരികമായിട്ടുള്ളൊരു എന്തോ ഒരു ഇല്ലായ്മ, ശൂന്യത തോന്നും. ഇപ്പോഴത്തെ ജീവിത രീതിയിൽ അത് ബാലൻസ് ചെയ്യാനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കഴിയുമ്പോഴൊക്കെ ശരീരം ഒന്ന് അനക്കണം എന്ന് വിചാരിക്കും. കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് ബോഡി ലിംബ് മൂവ്മെന്റ് ശരീരത്തിൽ പിന്നെ ഒന്ന് കുനിയുകയും നിവരുകയും ചെറിയ ഒരു അത്തരത്തിലുള്ള ഒരു ചിട്ടയോടുള്ള ജീവിതമാണെന്ന് എനിക്കറിയാം. ഇപ്പം എന്തിപ്പോൾ വെജിറ്റേറിയൻ ആണല്ലേ? ചിട്ടയോടുള്ള ജീവിതമാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ സമ്മതിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഈയിടെയായിട്ട് വയസ്സൊക്കെ ആയതുകൊണ്ട് കുറച്ച് കൂടെ ചില നിയന്ത്രണങ്ങളും ഒക്കെ കാര്യങ്ങൾ വരുത്തുന്നത് നല്ലതാണ് എന്നുള്ള നിലയിൽ നേരത്തെ തന്നെ ഇറച്ചി ഒന്നും കഴിക്കാറില്ല, കുറേ കാലമായിട്ട്, കുറേ പതിറ്റാണ്ടുകളായിട്ട്. പക്ഷെ മത്സ്യമൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ മത്സ്യം ഉപേക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ ശരീരത്തിന് വലിയ സുഖം തോന്നുന്നുണ്ട്. അതെ, അതുകൊണ്ട് ഈ പിന്നെ ബർണാഡ് ഷായൊക്കെ പോലെ വെജിറ്റേറിയനിസം പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതല്ലെന്ന്. യോഗ അങ്ങനെയൊക്കെ യോഗങ്ങൾക്ക് പോകാറുണ്ടെന്നുള്ളതല്ലാതെ യോഗ അധികം ചെയ്യാൻ പറ്റാറില്ല. പ്രാണായാമമൊക്കെ നമുക്ക് ചില അപൂർവ സമയങ്ങളിൽ ഇടയ്ക്ക് ഇത് ഇടയ്ക്ക് ഓർമ്മ വരുമ്പോൾ ഇത് ചെയ്യാറുണ്ട്. ഒരിടത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ വ്യായാമം ചെയ്യണമെന്നുള്ള ഒരു ഉപദേശം ഓർമ്മ വരുമ്പോഴൊക്കെ പിന്നെ ആ ചിന്ത മനസ്സിൽ നിന്ന് പോകുന്നവരെ ഞാൻ എവിടെയെങ്കിലും പോയി അനങ്ങാതെ കിടക്കും എന്നൊരാൾ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു. ഞാനങ്ങനല്ല, വ്യായാമം ചെയ്യണമെന്ന് ഓർമ്മ വരുമ്പോൾ അപ്പം വ്യായാമം ചെയ്യാൻ നോക്കും. വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ കുട്ടികളുടെ കൂടി ഷട്ടിൽ കളിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഞാനെല്ലാം കുട്ടിയായിരുന്ന സമയത്ത് ഇന്നത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നത് പോലുള്ള കളി സൗകര്യങ്ങളോ നല്ല പരിശീലകന്മാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയ രക്ഷപ്പെടുമായിരുന്നു. ഞാനൊരു ബാഡ്മിൻ്റൺ കളിക്കാരനായിട്ട് പോയേനെ. അറിഞ്ഞുകൂടാ. യാങ്ങിയാങ്ങിനേക്കാളും എനിക്കിഷ്ടം ഹാൻഡ് ചെയ്യാനാണ്. ബാഡ്മിൻ്റൺ സ്ഥിരമായിട്ട് ട്രിവാൻഡ്രത്ത് കളിക്കുന്ന സമയത്ത് പാർട്ട്നേഴ്സ് ഉണ്ടോ? ഇവിടെ പിന്നെ ഒരു കൂട്ടം ആളുകൾ, ഒരു അയ്യർജി ഉണ്ട്, അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഉണ്ട്. അദ്ദേഹമാണ് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരൻ അദ്ദേഹമാണ്. എനിക്കിപ്പോൾ കോച്ചിങ് എന്ന് പറയാവുന്ന എൻ്റെ ബാഡ്മിൻ്റൺ ജീവിതത്തിൽ ലഭിക്കുന്നത് ഇപ്പോഴാണ് ഇദ്ദേഹത്തിൽ നിന്നാണ്. പിന്നെ കൈരളിയുടെ ഇപ്പോഴത്തെ MD ജോൺ ബ്രിട്ടാസ്, ഞങ്ങൾ ഡൽഹിയിലുള്ള കാലം മുതൽ കളിക്കും. അവിടെ മാധവൻകുട്ടിയായിട്ട് ഞാൻ ഓർത്തു പോവുകയാണ്. VK മാധവൻകുട്ടി, പുള്ളി അത് കളിക്കുമായിരുന്നു. പിന്നെ ഒരു പവിത്രനുണ്ട് കോഫി ബോർഡിലുള്ള, സീതാറാം യെച്ചൂരി, ഞങ്ങളൊക്കെയാണ് ഡൽഹി കളിക്കുന്നത്. റജി മേനോൻ ഇടയ്ക്ക് വരുമ്പോഴും ഞങ്ങളുടെ കൂടെ കളിക്കുമായിരുന്നു. അയ്യർജി സ്പോർട്സിനെയും ബാഡ്മിൻ്റനെയും വിവാഹം കഴിച്ച് അങ്ങനെ കഴിയുന്ന ആളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പല പല കോർട്ടുകളിൽ പോയി. മനസ്സെപ്പോഴും യൂത്ത് ആയിരിക്കില്ലേ, കൊച്ചുകുട്ടികൾ തൊട്ടുള്ള ആൾക്കാർ. അതെ, ഞങ്ങൾക്കൊക്കെ അസൂയ തോന്നാറുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബ്രിട്ടാസിനാണ് അസൂയ തോന്നുന്നത്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ബ്രിട്ടാസിന് മിക്കപ്പോഴും തോക്കേണ്ടി വരും. അയ്യർജി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ഷോട്ട് ഏതാ? നന്നായിട്ട് ബാക്കിലേക്ക് നന്നായിട്ട് സർവീസ് ഒക്കെ പഠിച്ചു വരുന്നുള്ളൂ. പക്ഷേ വെച്ചാൽ ഒരു കൃത്യമായിട്ട് ഇത് ചെയ്യുന്നു. പിന്നെ കൂടെ സുഖമായിട്ട് നല്ല എൻകറേജ് ചെയ്ത് കളി. ഞാൻ പുള്ളിയെ എൻകറേജ് ചെയ്യും, അതുപോലെ തന്നെ തിരിച്ച് പുള്ളി നമ്മളെ എൻകറേജ് കളിക്കാം. അതാണ് എൻ്റെ സിംഗിൾസ് ഞങ്ങൾ കളിക്കുമ്പോഴത്തേക്ക് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഡബിൾസ് ഒന്നും കളിക്കാൻ പറ്റില്ല. ആ സ്ഥിതിയാവുണ്ട്. സാധാരണ അല്ല, സാറ് തുടക്കം ഇതിലുള്ളൂ. ഞാൻ സാധാരണ പുള്ളി എല്ലാ ബോളും എടുക്കാൻ വേണ്ടി അങ്ങോട്ട് കൂടെ ഓടിച്ച് കളിക്കും. എന്നിട്ട് അവസാനം കൊണ്ട് ഞാൻ ഫിനിഷ് ചെയ്യും. കാരണം ഞാൻ തോറ്റു കഴിഞ്ഞാൽ എനിക്ക് വിഷയമല്ല. വയസ്സന്മാർക്ക് ഒരുമിച്ച് ചെയ്യാൻ എപ്പോഴും പറയാം. അത് നമുക്ക് ഒന്നുമില്ല. താടി കറുപ്പിച്ചത് കൊണ്ട് ചെറുപ്പമാവണമെന്നില്ല. രാവിലെ സാധനം എത്ര മണിക്കാ എഴുന്നേറ്റ്? ഇവിടെ 6:30 എത്തുന്നു പറഞ്ഞു. ഇവിടെ 6:30 എത്തണമെങ്കിൽ 5:30 എണീക്കണം. 5:30 എണീറ്റ് റെഡിയായി പേപ്പർ വായനയൊക്കെ തിരിച്ചു പോയിട്ടാണ്. പേപ്പർ വായന ഇതിനിടയ്ക്കുള്ള ഒരു കളി കളിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ ഇവിടെ ചോദിച്ചു നോക്കും. തിരിച്ചു ചെന്ന് പേപ്പർ ഒരു 3/4 മണിക്കൂർ കൊണ്ട് പേപ്പർ മുഴുവൻ വായിക്കും. വൈകുന്നേരം അങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ഒരു സമയവും പറ്റില്ലാത്തൊരു കരിയറാണ് അറിയാം. പക്ഷെ എന്നാലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചെത്തണം, ഇത്ര സമയം ഉറക്കം വേണം എന്നൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ആദ്യത്തെ ഒരു 1.5 വർഷം ഈ പുതിയ ചുമതല ഏറ്റെടുത്തതിന് ശേഷം വളരെ വൈകിയിരുന്ന് ജോലി ചെയ്യുമായിരുന്നു. ഇപ്പം ആ സ്ഥിതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. വളരെ വൈകിട്ട് ഇരിക്കാറില്ല. രാത്രി ഇരിക്കുന്നത് 11-12 മണി വരെയൊക്കെ. അത് കവിഞ്ഞ് ഓഫീസിൽ വരുന്നു. ബാക്കിയുള്ളവരെയും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നവരെ ക്രൂരതയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് മറ്റെല്ലാവരും വരണമെന്ന് നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ.
TV, സിനിമ അതൊക്കെ കാണാനുള്ള? അത് രാത്രി, ഇത് കഴിഞ്ഞാൽ രാത്രി ഞാൻ കുറേ സമയം ടെലിവിഷൻ ചാനലുകൾ സർഫ് ചെയ്ത് നോക്കും. വായിക്കാൻ ബാക്കി വെച്ചിട്ടുള്ളത് ചിലപ്പോൾ രാവിലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, ചിലപ്പോൾ എഡിറ്റ് പേജിലെ ലേഖനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ രാത്രി ഇരുന്നിട്ടാണ് പിന്നീട് നോക്കുന്നത്.